കേരളം പൊള്ളിത്തിളയ്ക്കുകയാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ഗ്ലോബൽ ബോയിലിങ്ങിൻ്റെ കാലമാണ്. ഈ ചുട്ടുപൊള്ളലിൽ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്നും നമ്മുടെ മനസ്സിന് കുളിരേകുന്ന ചില കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പൂരത്തിനെത്തിയ ആനകൾ കുളിക്കുകയാണ്. കുളിക്കുക മാത്രമല്ല, വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളീ കാണുന്ന ഗ്രില്ലിട്ട സ്ട്രക്ചർ പൂരപ്പറമ്പിലെ കിണറിൻ്റെ മൂടിയാണ്. അതിനപ്പുറത്ത് ഒരു വാട്ടർ ടാങ്കുണ്ട്. ആ വാട്ടർ ടാങ്കിലേക്ക് ഈ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കും. ആ വെള്ളത്തിലാണ് ആന കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. നമ്മളീ കാണുന്ന ആനയുടെ പുറത്തൊരു പാപ്പാൻ നിൽപ്പുണ്ട്. ആ പാപ്പാന് ആനയുടെ പുറത്തൂടെ ചുറ്റിയിരിക്കുന്ന ചങ്ങലയുമായി ഒരു പിടുത്തവുമുണ്ട്. അല്പം പ്രശ്നക്കാരനായ ആനയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പാപ്പാൻ ഈ സാഹസത്തിന് മുതിരയില്ല. രണ്ടാം പാപ്പാനാണെന്ന് തോന്നുന്നു. ഒരാൾ ആനയുടെ പുറത്ത് വെള്ളം കോരി ഒഴിക്കുന്നു. ആന പാപ്പാൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരിഞ്ഞ് ഒക്കെ നിൽക്കുന്നുണ്ട്. പാപ്പാൻ പറയുന്നതനുസരിച്ച് ഓരോ ദിശയിലേക്ക് ആന മാറുകയും തിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആനയ്ക്ക് ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ വളരെ സമൃദ്ധമായ ഒരു കുളിയാണ് ലഭിച്ചിരിക്കുന്നത്. തണുത്ത വെള്ളമാണെന്ന് തോന്നുന്നു. എന്തായാലും ആന ആ കുളി ആസ്വദിക്കുന്നുണ്ട്, ചെവി ആട്ടുന്നുണ്ട്. മുകളിൽ നിൽക്കുന്ന പാപ്പാനെ ഒരു കാരണവശാലും ശല്യം ചെയ്യുന്നതുമില്ല. ആന വീണ്ടും കുറച്ചുകൂടെ തിരിഞ്ഞിട്ടുണ്ട്. ആന അതിൻ്റെ തുമ്പിക്കൈ സൂക്ഷിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ കൊമ്പിൽ ചുറ്റി വച്ചിരിക്കുകയാണ്. കാര്യം, തുമ്പിക്കൈ നേരെ ഇട്ടാൽ താഴത്തെ ചെളിവെള്ളത്തിലൊക്കെ തുമ്പിക്കൈ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ആന മെല്ലെ മെല്ലെ തിരിയുകയാണ്. ആനയുടെ മസ്തകത്തിലൊക്കെ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. ആന വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. സ്ലോ മോഷനിൽ ആന തിരിഞ്ഞ് തിരിഞ്ഞ് വരികയാണ്. യാതൊരു അലോഹ്യവും കാണിക്കുന്നില്ല. ആന ഇതാ വാട്ടർ ടാങ്കിനടുത്തേക്ക് വരുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കോരിയെടുക്കുകയാണ്. ആന എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആന വെള്ളമെടുത്ത് പുറത്തേക്ക് ഒഴിക്കുകയാണ്. അതിൻ്റെ താടിക്ക് കീഴിലും ഒഴിക്കുന്നു, മുകളിലും ഒഴിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരുപക്ഷെ ആന വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും ആന വലിയ ഒരു സൗഭാഗ്യമാണ് അനുഭവിക്കുന്നത് ഈ ചൂടിൽ. പാപ്പാൻ്റെ ദേഹത്തും വെള്ളം വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. പാപ്പാൻ പക്ഷേ ഗവനിക്കുന്നില്ല. പാപ്പാൻ ആനയുടെ പിൻഭാഗത്തേക്ക് നീങ്ങിയാണ് നിൽക്കുന്നത്. പാപ്പാനും നനയുന്നുണ്ട്, പക്ഷേ പാപ്പാനത് ഗവനിക്കുന്നില്ല. ഇത് മറ്റൊരാനയാണ്. അതും വന്ന് വെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയാണ്. നല്ലൊരു കൊമ്പനാണ്, ലക്ഷണമൊത്തിയൊരു കൊമ്പനാണ്. ആന മെല്ലെ തിരിഞ്ഞ് പതുക്കെ പൂരപ്പറമ്പിന് പുറത്തേക്ക് പോവുകയാണ്. ആനയെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാത് മറ്റൊരു കൊമ്പനാണ്. ഭീമാകാരനായൊരു കൊമ്പനാന വന്ന് നിൽക്കുന്നു. അത് ഈ പറഞ്ഞോണം കുളിക്കാനുള്ള പുറപ്പാടാണ്. പാപ്പാൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിയുന്നുണ്ട്. ആനയുടെ കാലിൽ ചങ്ങല ഉള്ള ഭാഗമൊക്കെ വെളുത്ത് കാണുന്നത് തൊലിപോയതായിരിക്കാം. ആന ഇതാ മെല്ലെ വെള്ളം ടാങ്കിൽ നിന്നും കോരി ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ആന കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. എല്ലാ ആനകളും കുളിക്കാൻ കൊണ്ടുവന്നപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഈ ആന നമ്മളോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. ആനയുടെ തൊട്ടുപുറകിലാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ഉള്ളത്. ആന വെള്ളം കോരി ദേഹത്തൊഴിക്കുന്നു, മസ്തകത്തിലൊഴിക്കുന്നു, ചെവിയാട്ടി തണുപ്പിക്കുന്നു. ഇത് ആനപ്പാപ്പാൻ ആനയുടെ പിൻഭാഗത്തൊക്കെ വെള്ളം കോരി ഒഴിച്ച് നനച്ചു കൊടുക്കുകയാണ്. വളരെ ശാന്തമാണ് ഈ ആനകളെല്ലാം തന്നെ. അവിടെ ഒക്കെ ചെളിയായിട്ടുണ്ട്. പക്ഷേ ആന അതിൻ്റെ തുമ്പിക്കൈ ഒരു കാരണവശാലും ചെളിയിൽ വീഴാൻ അനുവദിക്കില്ല. ഇത് ആന വെള്ളം കുടിക്കുന്നുമുണ്ട്. വാലൊക്കെ പൊക്കി വളരെ വിശാലമായ കുളിയാണ്. ആന വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാം. ആനപ്പാപ്പാൻ പിറകിൽ നിന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു.
ഇത് കാണാൻ ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്. പൂരം കാണാനെത്തിയ ആൾക്കാരിൽ ഒരു വളരെ വലിയ വിഭാഗം ആനയുടെ ഈ നീരാട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ആന ഇതാ തിരിയുകയാണ്. ആന ഇപ്പോൾ നമ്മുടെ നേരെയാണ് വരുന്നത്. അതിമനോഹരമായ ഗംഭീരമായ കാഴ്ചയാണ്. ആന ഇതാ തിരിഞ്ഞ് വരുന്നു. ആന ഇപ്പോൾ നമുക്ക് നേരെ മുമ്പിലാണ്. നമ്മളും ആനയും തമ്മിൽ കഷ്ടിച്ച് 1 മീറ്റർ അകലമേ ഉള്ളൂ. ആന മുമ്പോട്ടൊന്ന് കുതിച്ചാൽ വീഡിയോയുടെ കാര്യം പിന്നെ വിശേഷിച്ച് പറയാനില്ലല്ലോ. ഇത് ആന തുമ്പിക്കുമെന്നും ചെളിയിൽ വീഴാതെ പൊക്കിപ്പിടിക്കുന്നു. ആന നമ്മുടെ തൊട്ട് മുമ്പിലാണ് ആന നിൽക്കുന്നത്, നേരെ മുമ്പിലാണ്. പക്ഷേ ശാന്തമായ ആനയാണ്, ശല്യങ്ങളൊന്നുമില്ല. ആന പിന്നെയും തിരിഞ്ഞ് വാട്ടർ ടാങ്കിനടുത്തേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഗംഭീരമായ 3 ആനക്കുളികളാണ് നമ്മൾ ഈ പൂരപ്പറമ്പിൽ നിന്ന് കണ്ടത്. എല്ലാവർക്കും പൂരാശംസകൾ നേർന്നുകൊള്ളുന്നു.